നമ്മുടെ പേഷ്യൻസ് വരുമ്പോഴേ കൂടുതൽ പേരും ഈ കർക്കിടക മാസം ആവുമ്പോൾ കൂടുതൽ പേർക്കും വേണ്ടത് കർക്കിടക ചികിത്സയാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഡോക്ടർ ഒന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാമോ അതെന്താന്നുള്ളത്? കർക്കിടക ചികിത്സ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കർക്കിടക മാസത്തിൽ മാത്രം ആ ചികിത്സ ചെയ്യണമെന്ന് അറിയണ്ടേ? അതെ. പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടില് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ഭയങ്കര മഴയും ദുരിതവും ആൾക്കാർക്ക് പണിയില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോ ആൾക്കാര് ബോഡി ഭയങ്കര വീക്കായിരിക്കും. പുറത്ത് അത്രയും മഴ, നല്ല വേനൽക്കാലത്ത് നിന്നാണ്. ആയുർവേദ പ്രകാരം ആണെങ്കിൽ ഗ്രീഷ്മ ഋതുന്ന് വർഷ ഋതുവിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. ആ സമയത്ത് നമുക്കങ്ങനെ ബോഡി ഭയങ്കര വീക്കാവും, ഭയങ്കര ബല കുറവ് വരും. അപ്പൊ ആ സമയത്ത് നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സമയത്ത് ചികിത്സ എടുക്കുന്നത്. അതാവുമ്പോൾ നമ്മൾ വരുന്നത് അഭ്യംഗം എന്ന് പറഞ്ഞാൽ എണ്ണ വെച്ചിട്ടുള്ള ഒഴിച്ചില് വരും. പിന്നെ ആയുർവേദത്തിലുള്ള പൊടികളുണ്ട്, മരുന്നായിട്ടുള്ള പൊടികൾ, അത് വെച്ചിട്ടുള്ള കിഴികള്, ഇല വെച്ചിട്ടുള്ള കിഴികള്, പിന്നെ ഞവരരിയുണ്ട്, അപ്പൊ ഞവരക്കിഴി എന്ന് പറയും, അത് അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് അതിൽ വരുന്നത് കർക്കിടക ചികിത്സയില്. പിന്നെ അത് നമുക്ക് ഓരോ പേഷ്യന്റിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച്, ചിലർക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ട്, കർക്കിടക ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല, അപ്പൊ അവർക്കുള്ള മരുന്നുകൾ വേറെ വെൽനസ് പോലെ. ഒരു വെൽനസ്, ഇപ്പോ എല്ലാവരും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതമാണ്, അപ്പൊ അവർക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പോലെ. പിന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള ആൾക്കാര്, അസുഖമായിട്ടുള്ളവര്, അവർക്ക് ഓരോ പ്രശ്നങ്ങളും അങ്ങനെ വരുന്ന പേഷ്യൻസിന് കൺസൾട്ട് ചെയ്തിട്ടാണ് കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രോഗം മാത്രമല്ല അവരുടെ ശരീരം പ്രകൃതി, ആയുർവേദം അനുസരിച്ച് വാതപിത്ത കഫം അതിന്റെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള പ്രകൃതികൾ വരുന്നുണ്ട്. അപ്പൊ അവർ ഏത് പ്രകൃതി ആണോ എന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള അവർക്ക് മരുന്നുകൾ നമ്മൾ മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്.